Hello dears, welcome to the class. Today we are going to introduce our first unit. Unit name is An Umbrella for All. ഒരു കുട എല്ലാവർക്കും. പിക്ചറിൽ കണ്ടില്ലേ? ഒരു കുട എന്ന് പറയുന്നത് മഷ്റൂമാണ്. മഷ്റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? കൂൺ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നേരിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ചിത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. കൂൺ കഴിച്ചിട്ടും ഉണ്ടായിരിക്കും അല്ലേ? ഇനി കൂൺ ആരൊക്കെയാണ് കുടയാക്കിയത് എന്ന് നോക്കിയാലോ? ആരൊക്കെയാണുള്ളത്? ഒരു ഫ്രോഗുണ്ട്, തവളയുണ്ട്, റാബിറ്റ് മുയലുണ്ട്, പിന്നെയോ ആൻറ്റ് ഉറുമ്പുണ്ട്, മൗസ് എലിയുണ്ട്, ബട്ടർഫ്ലൈ ഒരു പൂമ്പാറ്റയുണ്ട്, ഒരു ബേർഡുണ്ട്, ഒരു പക്ഷിയും ഉണ്ട്. ഇവരൊക്കെയാണ് ആ കൂണ് മഷ്റൂം അംബ്രലയാക്കിയത്. Okay, let's start our class. A small ant was searching for food. ഒരു ചെറിയ ഉറുമ്പ്, സ്മോൾ ആൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉറുമ്പ് ഫുഡിന് വേണ്ടി തിരയുകയായിരുന്നു. സെർച്ചിങ് എന്ന് പറഞ്ഞാൽ തിരഞ്ഞു നോക്കൽ എന്നൊക്കെയാണ് അർത്ഥം. സഡൻലി പെട്ടെന്ന് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്, മഴ പെയ്യാൻ തുടങ്ങി. I am all wet. Where shall I find shelter? I am all wet എന്ന് പറഞ്ഞാൽ ഞാൻ ആകെ നനഞ്ഞു. Where shall I find shelter? എനിക്ക് തങ്ങാൻ എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടുമോ? The ant looked around. ആൻഡ് ഉറുമ്പ് എല്ലായിടത്തും നോക്കി, ചുറ്റുപാടും ഒന്ന് നോക്കി. Where will the ant get shelter? എവിടെയാണ് ആ ഉറുമ്പിന് ഷെൽട്ടർ കിട്ടിയിട്ടുണ്ടാവുക? ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ ഒരു താമസ സ്ഥലം, അഭയസ്ഥലം എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. ചിത്രത്തിൽ കണ്ടില്ലേ, ഉറുമ്പ് ആകെ നനഞ്ഞിരിക്കുകയാണ് മഴ കൊണ്ടിട്ട്. കണ്ടില്ലേ, ആളാകെ സങ്കടത്തിലാണ് ഉള്ളത്. ലിസൺ ടു യുവർ ടീച്ചർ. ഈ ഭാഗം നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കും. നിങ്ങളത് ശ്രദ്ധിച്ച് കേട്ടാൽ മതി. അപ്പോൾ എല്ലാ പേജിലുമുണ്ട് ലിസൺ ടു യുവർ ടീച്ചർ എന്നുള്ളത്. ആ പേജിലുള്ള കാര്യത്തിൻ്റെ, സ്റ്റോറിയുടെ ഹിൻഡ് നമുക്ക് അതിൽ നിന്നും കിട്ടുന്നതാണ്. The gentle rain turned into a heavy shower. The ant walked fast. Far away he saw something. The gentle rain എന്ന് പറഞ്ഞാൽ കുറേശ്ശെയാണ് മഴ പെയ്തിരുന്നത്. അത് പിന്നെ എങ്ങനെയായി? ഹെവി ഷവർ, പെരുമഴയായി. The ant walked fast. ഉറുമ്പ് വേഗത്തിൽ നടന്നു. Far away he saw something. കുറച്ച് ദൂരെയായിട്ട് അവൻ എന്തോ കണ്ടു. What did the ant see? എന്തായിരിക്കും ഉറുമ്പ് കണ്ടത്? The ant saw a tiny mushroom. എന്താണ് ഉറുമ്പ് കണ്ടത്? ഒരു ചെറിയ മഷ്റൂം, കൂണാണ് കണ്ടത്. He ran towards the mushroom. അവൻ ഓടി, ടുവേർഡ്സ് എന്തിൻ്റെ നേരെ? മഷ്റൂം, ആ ഒരു കൂണിൻ്റെ നേരെ അവൻ ഓടി. It was red in color. അതെന്ത് നിറത്തിലുള്ളതായിരുന്നു? ചുവപ്പ്. There were yellow spots on it. അതിന് മുകളിൽ മഞ്ഞ കുത്തുകൾ ഉണ്ടായിരുന്നു. I shall make it an umbrella. The ant sat under it. എനിക്കിത് കുടയായി ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഉറുമ്പ് അതിന് താഴെ ഇരുന്നു. കണ്ടില്ലേ ഇരിക്കുന്നത്? ഒരു കുടയായിട്ട് അത് ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട്. കാണുമ്പോഴും ഒരു കുടയുടെ രൂപമാണ് മഷ്റൂമിന് ഉള്ളത്. The rain came down heavily. The ant sat under the mushroom looking at the rain. He saw a butterfly. Her wings were wet. The butterfly came near the mushroom. അങ്ങനെ മഴ ഇങ്ങനെ തിമിർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറുമ്പാണെങ്കിൽ ആ മഷ്റൂമിൻ്റെ ചുവട്ടിൽ മഴ നോക്കിയിരിക്കുകയാണ്. അപ്പോഴാണ് കണ്ടത് ഒരു ബട്ടർഫ്ലൈ. അതിൻ്റെ ആ ഒരു വിങ്സ്, ചിറകുകളെല്ലാം നനഞ്ഞിരിക്കുകയാണ്. ബട്ടർഫ്ലൈ മഷ്റൂമിൻ്റെ അടുത്തേക്ക് വന്നു. വിൽ ദ ആൻറ്റ് ലെറ്റ് ദ ബട്ടർഫ്ലൈ ഇൻ? ആ ബട്ടർഫ്ലൈയെ ആ മഷ്റൂമിന് താഴെ ഇരിക്കാൻ ആ ഉറുമ്പ് സമ്മതിക്കുമോ? എ ബട്ടർഫ്ലൈ സ്ലോലി കെയിം നിയർ ദ മഷ്റൂം. ബട്ടർഫ്ലൈ, പൂമ്പാറ്റ, പതുക്കെ മഷ്റൂമിനടുത്തേക്ക് വന്നു. ഐ ആം സോ വെറ്റ്. ഞാൻ നന്നായി നനഞ്ഞു. ഐ കാൺട്ട് ഫ്ലൈ. എനിക്ക് പറക്കാൻ കഴിയുന്നില്ല. പ്ലീസ് ലെറ്റ് മീ ഇൻ. എന്നെ അതിനുള്ളിലേക്ക് ഇരുത്താമോ, അല്ലെങ്കിൽ അതിന് താഴെ ഇരുത്താമോ എന്നാണ് ചോദിക്കുന്നത്. ഹൗ ക്യാൻ ഐ ലെറ്റ് യു ഇൻ?
ദർ ഈസ് നോ സ്പേസ് ഫോർ യു സെഡ് ദ ആൻറ്റ്. അപ്പോൾ ഉറുമ്പ് പറയാണ്, ഞാൻ നിന്നെ എങ്ങനെ ഇതിനുള്ളിൽ ഇരുത്തും, ഇതിൽ സ്ഥലമില്ല എന്നാണ് പറയുന്നത്. പ്ലീസ് ഐ ഷാൾ സിറ്റ് ക്ലോസ് ടു യു ദ ബട്ടർഫ്ലൈ സെഡ്. അപ്പോൾ ബട്ടർഫ്ലൈ എന്താ പറഞ്ഞത്? പ്ലീസ്, ദയവായി ഞാൻ നിൻ്റെ അടുത്ത് ഇരുന്നോളാം. ഓക്കെ ദ ആൻറ്റ് അഗ്രീഡ്. ദ ബട്ടർഫ്ലൈ ഗോട്ട് ഇൻ. അങ്ങനെ ഉറുമ്പ് സമ്മതിച്ചു. ആ ബട്ടർഫ്ലൈ മഷ്റൂമിന് താഴേക്ക് വന്നു. ക്യാൻ ദ ബട്ടർഫ്ലൈ സിറ്റ് അണ്ടർ ദ മഷ്റൂം? വിൽ ദർ ബി സ്പേസ് ഫോർ ദ ടു? ആ ബട്ടർഫ്ലൈക്ക് മഷ്റൂമിന് താഴെ ഇരിക്കാൻ കഴിയുമോ? രണ്ടാൾക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ അതിനുള്ളിലുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? സ്ക്വീക്ക് 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 എ മൗസ് കെയിം ദർ റണ്ണിങ്. ഒരു എലി അങ്ങോട്ട് ഓടി വന്നു. ഫ്രണ്ട്സ് ലെറ്റ് മീ ഇൻ, ഐ ആം വെറ്റ് ഓൾ ഓവർ. ഫ്രണ്ട്സ്, എന്നെ അങ്ങോട്ട് അകത്തേക്ക് കടത്താമോ? ഞാൻ ആകെ നനഞ്ഞിരിക്കുകയാണ്. ഹൗ ക്യാൻ വി ലെറ്റ് യു ഇൻ? ദർ ഈസ് നോ റൂം ഹിയർ, ദ ബട്ടർഫ്ലൈ സെഡ്. നിന്നെ എങ്ങനെയാണ് ഇതിനകത്തേക്ക് കടത്തുക? ഇതിനുള്ളിൽ റൂമൊന്നും ഇല്ല എന്ന് ബട്ടർഫ്ലൈ പറഞ്ഞു. പ്ലീസ് ഗിവ് മീ സം സ്പേസ്, ദ മൗസ് ക്രൈഡ്. എനിക്ക് ദയവായി കുറച്ച് സ്ഥലം തരണമെന്ന് പറഞ്ഞ് മൗസ് കരഞ്ഞു. ദ ആൻറ്റ് ആൻഡ് ദ ബട്ടർഫ്ലൈ സാറ്റ് ക്ലോസർ. അപ്പോൾ ബട്ടർഫ്ലൈയും ഉറുമ്പും അടുത്ത് ഇരുന്നു, ഒന്നുകൂടി ഒതുങ്ങിയിരുന്നു. ദ മൗസ് ഓൾസോ ഗോട്ട് ഇൻ. അങ്ങനെ എലിക്കും അവിടെ സ്ഥലം കിട്ടി. ക്വസ്റ്റ്യൻ ആണ്, വിൽ ദ റെയിൻ സ്റ്റോപ്പ്? മഴ നിന്നോ? ക്യാൻ ദേ ഗോ ഹോം? അവർക്ക് വീട്ടിലേക്ക് പോകാൻ കഴിയുമോ? നമുക്ക് നോക്കാം. കണ്ടില്ലേ മൗസ് വന്ന് കരയുന്നത്? ആൻറ്റും ബട്ടർഫ്ലൈയും എല്ലാം മഷ്റൂമിന് അകത്താണുള്ളത്, മൗസ് പുറത്താണ്. അങ്ങനെയാണ് മൗസിന് അവർ സ്ഥലം കൊടുത്തത്. ലിസൺ ടു യുവർ ടീച്ചർ. നിങ്ങൾ ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കൂ. ദ റെയിൻ വെൻറ്റ് ഓൺ ഈവൻ ഹാർഡർ. ആഫ്റ്റർ സം ടൈം എ ലിറ്റിൽ സ്പാരോ വാക്ക്ഡ് ടുവേർഡ്സ് ദ മഷ്റൂം ക്രൈയിങ്. ഷീ കുഡ് നോട്ട് ഫ്ലൈ. റെയിൻ ഡ്രോപ്സ് വർ ഡ്രിപ്പിംഗ് ഫ്രം ഹെർ വിങ്സ്. മഴ ഒന്നുകൂടി ശക്തിയായി. കുറച്ച് സമയത്തിന് ശേഷം ഒരു ചെറിയ കുരുവി, ലിറ്റിൽ സ്പാരോ, അവരുടെ അടുത്തേക്ക് വന്നു. മഷ്റൂമിനടുത്തേക്ക് കരഞ്ഞുകൊണ്ട് വന്നു. ആ കുരുവിക്ക് പറക്കാൻ കഴിയുമായിരുന്നില്ല. കാരണം എന്താണ്? ആകെ നനഞ്ഞിട്ട് മഴത്തുള്ളികളൊക്കെ ഇങ്ങനെ ചിറകിൽ നിന്ന് ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. വിൽ ദേ ലെറ്റ് ദ സ്പാരോ ഇൻ? ആ സ്പാരോയെ അവർ അകത്തേക്ക് കയറ്റുമോ? നമുക്ക് നോക്കാം അല്ലേ. എ ലിറ്റിൽ സ്പാരോ ഹോപ്ഡ് അപ്പ് ടു ദ മഷ്റൂം. ഐ ആം സോ ടയേർഡ്, ക്യാൻ ഐ സിറ്റ് വിത്ത് യു? The sparrow cried aloud. But there is no room here, the mouse said. ചെറിയ കുരുവി അങ്ങോട്ട് ചാടി വന്നു. കുരുവി വളരെ ടയേർഡായിരുന്നു. ക്യാൻ ഐ സിറ്റ് വിത്ത് യു? എന്താണ് ആദ്യം ആ സ്പാരോ ചോദിച്ചത്? ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ, എനിക്ക് ഇരിക്കാൻ കഴിയുമോ? ദ സ്പാരോ ക്രൈഡ് അലൗഡ്, ഉറക്കെ കരഞ്ഞുകൊണ്ട്. ബട്ട് ദർ ഈസ് നോ റൂം ഹിയർ, ദ മൗസ് സെഡ്. പക്ഷെ ഇവിടെ റൂമൊന്നുമില്ലല്ലോ എന്ന് എലി പറഞ്ഞു. പ്ലീസ് മൂവ് ഓവർ ജസ്റ്റ് എ ലിറ്റിൽ, ദ സ്പാരോ പ്ലീഡഡ്. കുറച്ച് സ്ഥലം മതി എന്ന് സ്പാരോ അവരോട് അപേക്ഷിച്ചു. ദേ മൂവ്ഡ് ഓവർ ആൻഡ് ദർ വാസ് സ്പേസ് ഇനഫ് ഫോർ ദ സ്പാരോ ടു. അവർ കുറച്ച് മാറിയിരുന്നപ്പോൾ ആ സ്പാരോയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലവും അവിടെ ഉണ്ടായി. കണ്ടില്ലേ, സ്പാരോ ആകെ നനഞ്ഞു കുളിച്ചിട്ടാണ് ഉള്ളത്. മഷ്റൂമിന് താഴെ ആരൊക്കെയാണ് ഇപ്പോൾ ഉള്ളത്? ആൻറ്റ്, ബട്ടർഫ്ലൈ, മൗസ്. ലിസൺ ടു യുവർ ടീച്ചർ. ദ ആൻറ്റ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ് ആൻഡ് ദ സ്പാരോ സാറ്റ് അണ്ടർ ദ മഷ്റൂം. സഡൻലി ദേ ഹിയർഡ് എ ലൗഡ് ക്രൈ. ദേ സോ എ റാബിറ്റ് റഷിംഗ് ടുവേർഡ്സ് ദം. ഹിസ് ഐസ് വർ ഫിൽഡ് വിത്ത് ഫിയർ. ഹിസ് സോഫ്റ്റ് ഫർ ഹാഡ് പാച്ചസ് ഓഫ് മഡ്. ഇനി ആരാണ് അടുത്തതായി വരാൻ പോകുന്നത്? ഒരു റാബിറ്റാണ് അല്ലേ. റാബിറ്റ് കരഞ്ഞിട്ടാണ് വരുന്നത്. എങ്ങനെയാണ്? അതിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ബോഡിയിൽ ചളി പറ്റിപ്പിടിച്ചിട്ടുണ്ട്. വൈ വാസ് ദ റാബിറ്റ് ക്രൈയിങ്? എന്തിനായിരിക്കും ആ റാബിറ്റ് കരഞ്ഞത്? നമുക്കതൊന്ന് നോക്കിയാലോ. എ റാബിറ്റ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. ഒരു മുയൽ, റാബിറ്റ്, മഷ്റൂമിന് നേരെ ഓടി വന്നു. സേവ് മീ പ്ലീസ്, ഹി ക്രൈഡ്. എന്നെ രക്ഷിക്കൂ ദയവായി എന്ന് കരഞ്ഞിട്ടാണ് വരുന്നത്. ഓ ഹൈഡ് മീ, എ ഫോക്സ് ഈസ് ചേസിങ് മീ.
എന്നെ ഒന്ന് ഒളിപ്പിക്കൂ, ഒരു ഫോക്സ് കുറുക്കൻ എന്നെ പിന്തുടരുന്നു. ദ റാബിറ്റ് വാസ് ഷിവറിങ് വിത്ത് ഫിയർ. ആ മുയൽ പേടി കൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. പുവർ റാബിറ്റ് സെഡ് ദ ബട്ടർഫ്ലൈ. പാവം മുയൽ എന്ന് ബട്ടർഫ്ലൈ പറഞ്ഞു. ലെറ്റ്സ് മൂവ് എ ലിറ്റിൽ മോർ ആൻഡ് ടേക്ക് ഹിം ഇൻ സെഡ് ദ ആൻറ്റ്. നമുക്ക് ഒന്ന് കുറച്ച് നീങ്ങി ആ റാബിറ്റിനെ ഉള്ളിലേക്ക് വിളിക്കാം എന്ന് ഉറുമ്പ് പറഞ്ഞു. വിൽ ദ ഫോക്സ് ഫൈൻഡ് ദ റാബിറ്റ്. റാബിറ്റിനെ കണ്ടുപിടിക്കാൻ ഫോക്സിന് കഴിയുമോ? ഹൗ വിൽ ദേ ഹൈഡ് ദ റാബിറ്റ്. എങ്ങനെയാണ് അവർ റാബിറ്റിനെ ഒളിപ്പിച്ചത്? ലിസൺ ടു യുവർ ടീച്ചർ. ദ ഫോക്സ് കെയിം റണ്ണിങ് ടു ദ മഷ്റൂം. ഹാവ് യു സീൻ എ റാബിറ്റ്? ദ ഫോക്സ് ലുക്ക്ഡ് അറൗണ്ട്. ഫോക്സ് എങ്ങോട്ടാണ് ഇനി വരുന്നത്? മഷ്റൂമിന് നേരെയാണ് അല്ലേ? ഹാവ് യു സീൻ എ റാബിറ്റ്. നിങ്ങളൊരു മുയലിനെ കണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വരുന്നത്. ലെറ്റ്സ് റീഡ്. എ ഫോക്സ് കെയിം റണ്ണിങ് ദർ. ഒരു ഫോക്സ് ഓടി വന്നു. ഹി റേസ്ഡ് ഹിസ് ഷാർപ്പ് ഇയേഴ്സ് ആൻഡ് ലുക്ക്ഡ് അറൗണ്ട്. ആ കുറുക്കൻ അവൻ്റെ കൂർത്ത ചെവികൾ ഇങ്ങനെ മുകളിലേക്ക് പൊക്കി പിടിച്ച് ശ്രദ്ധിക്കുകയാണ് ചുറ്റുപാടും. ദർ ഈസ് എ സ്മെൽ ഓഫ് എ റാബിറ്റ് അറൗണ്ട്. ഈസ് ഹി ഹൈഡിങ് ഹിയർ? ഇവിടെ ഒരു റാബിറ്റിൻ്റെ മണമടിക്കുന്നുണ്ട്. അവൻ ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. യു സില്ലി ഫോക്സ്, ഹൗ ക്യാൻ എ റാബിറ്റ് ഹൈഡ് അണ്ടർ എ മഷ്റൂം? ആസ്ക്ഡ് ദ മൗസ്. എന്തൊരു വിഡിത്തമാണ് ഈ പറയുന്നത് എന്നുള്ള നിലയ്ക്ക് മൗസ് ചോദിച്ചു. എങ്ങനെയാണ് ഒരു മുയലിന് ഒരു മഷ്റൂമിന് താഴെ ഒളിച്ചിരിക്കാൻ കഴിയുക? ദർ ഈസ് നോ സ്പേസ് ഹിയർ, കാൻ യു സീ? ആസ്ക്ഡ് ദ ആൻറ്റ്. ഇവിടെ അതിനു മാത്രം സ്ഥലമൊന്നുമില്ല, നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ എന്ന് ഉറുമ്പ് ചോദിച്ചു. ദ ഫോക്സ് ലിഫ്റ്റഡ് ഹിസ് നോസ് അപ്പ്, ഫ്ലിക്ക്ഡ് ഹിസ് ടെയിൽ ആൻഡ് റാൻ ഓഫ്. അത് കേട്ടപ്പോൾ ഫോക്സ് എന്തു ചെയ്തു? മൂക്ക് മുകളിലേക്ക് ഉയർത്തി വാലാട്ടിക്കൊണ്ട് ഓടിപ്പോയി. കണ്ടില്ലേ, മഷ്റൂമിന് താഴെ എല്ലാവരും ഉണ്ട് അല്ലേ? സ്പാരോ, ആൻറ്റ്, ബട്ടർഫ്ലൈ, മൗസ്. അവരുടെ പിന്നിലായിട്ടാണ് റാബിറ്റ് ഒളിച്ചിരിക്കുന്നത്. ലിസൺ ടു യുവർ ടീച്ചർ. ദ റെയിൻ വാസ് ഓവർ. ദ സൺ ലുക്ക്ഡ് ഔട്ട് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. എവരി വൺ കെയിം ഔട്ട് ഓഫ് ദ മഷ്റൂം വിത്ത് ജോയ്. ദേ ബിക്കെയിം ഫ്രണ്ട്സ്. ദ റെയിൻ വാസ് ഓവർ. മഴ തോർന്നു. ദ സൺ ലുക്ക്ഡ് ഔട്ട് ഫ്രം ബിഹൈൻഡ് ദ ക്ലൗഡ്സ്. മേഘത്തിന് പുറകിൽ നിന്ന് സൂര്യൻ പുറത്തേക്ക് വന്നു. എവരി വൺ കെയിം ഔട്ട് ഓഫ് ദ മഷ്റൂം വിത്ത് ജോയ്. എല്ലാവരും മഷ്റൂമിന് പുറത്തേക്ക് ഇറങ്ങി. ദേ ബിക്കെയിം ഫ്രണ്ട്സ്. അവരെല്ലാവരും അങ്ങനെ കൂട്ടുകാരായി. വാട്ട് വിൽ ദേ ഡു നൗ? അവരിപ്പോൾ എന്തു ചെയ്യുകയായിരിക്കും? ദ ആൻറ്റ് ലുക്ക്ഡ് അറ്റ് ഹിസ് ഫ്രണ്ട്സ്. ഉറുമ്പ് അവൻ്റെ ഫ്രണ്ട്സിനെ നോക്കി. അറ്റ് ഫസ്റ്റ് ദർ വാസ് സ്പേസ് ജസ്റ്റ് ഫോർ മൈസെൽഫ് ആൻഡ് ദെൻ ഓൾ ഓഫ് us could sit under the mushroom. How was this possible? ഉറുമ്പ് കൂട്ടുകാരോടായി ചോദിച്ചു. ആദ്യം നമുക്ക് ഇരിക്കാൻ കൂടെ സ്ഥലം ഉണ്ടായിരുന്നില്ല, എന്നാൽ പിന്നീട് എല്ലാവർക്കും വേണ്ടി സ്ഥലം ഉണ്ടായി അല്ലേ ഇരിക്കാനായിട്ട്. അതെങ്ങനെയാണ് പോസിബിൾ ആയത്? അതെങ്ങനെയാണ് നടന്നത്? ദ ആൻഡ് വാസ് റിയലി കൺഫ്യൂസ്ഡ്. ഉറുമ്പിന് വളരെയധികം കൺഫ്യൂഷൻ തോന്നി ആ കാര്യത്തിൽ. കാരണം ഒരു മഷ്റൂമിന് ചുവട്ടിൽ ഇത്ര പേരെങ്ങനെയാണ് ഇരിക്കുക? ആദ്യം ഉറുമ്പ് വന്നപ്പോൾ ഉറുമ്പിന് ഇരിക്കാൻ പോലും സ്ഥലമില്ല എന്ന് കരുതിയതാണ് അല്ലേ? ക്വാ ഹാ ഹാ, ക്വാ ഹാ ഹാ, സംബഡി ലോഫ്ഡ് ലൗഡ്ലി ബിഹൈൻഡ് ദം. ഉറുമ്പിൻ്റെ ഈ ഒരു ചോദ്യം കേട്ട് പിന്നിൽ നിന്ന് ആരോ ഉറക്കെ ചിരിക്കുന്നത് കേട്ടു. കണ്ടില്ലേ, മഷ്റൂം ഇപ്പോൾ വലുതായ പോലെയുണ്ട് അല്ലേ? എല്ലാവർക്കും ഇരിക്കാൻ സ്ഥലമുണ്ട് അതിന് താഴെ. They saw a fat green frog. It was sitting on the top of the mushroom. അവരാരെയാണ് അപ്പോൾ കണ്ടത്? ഒരു പച്ചത്തവളയെയാണ്. ആ പച്ചത്തവള എവിടെയാണ് ഇരിക്കുന്നത്? ടോപ്പ് ഓഫ് ദ മഷ്റൂം. മഷ്റൂമിന് മുകളിലാണ്. ഹോ ഹാ ഹാ, laughed the frog, shaking his head at them. ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് തലയാട്ടിക്കൊണ്ട്. Don't you know what happens to a mushroom during rain? നിങ്ങൾക്കറിയില്ലേ മഴക്കാലത്ത് അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ ഒരു മഷ്റൂമിന് എന്താണ് സംഭവിക്കുന്നത് എന്ന്? ആൻഡ് ഹീ ഹോപ്ഡ് അവേ സ്റ്റിൽ ലോഫിങ്. എന്നിട്ട് അവൻ അതും പറഞ്ഞ് ചാടിപ്പോയി ചിരിച്ചുകൊണ്ട്.
വൈ വാസ് ദ ഫ്രോഗ് ലോഫിംഗ്? എന്തിനായിരിക്കും ആ തവള ചിരിച്ചിട്ടുണ്ടാവുക? ദ ആൻറ്റ്, ദ ബട്ടർഫ്ലൈ, ദ മൗസ്, ദ സ്പാരോ ആൻഡ് ദ റാബിറ്റ് ലുക്ക്ഡ് അറ്റ് വൺ അനദർ. ഉറുമ്പും പൂമ്പാറ്റയും എലിയും കുരുവിയും മുയലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി. ദെൻ ദേ ലുക്ക്ഡ് അറ്റ് ദ മഷ്റൂം. എന്നിട്ടവർ മഷ്റൂമിനെ, കൂണിനെ നോക്കി. ആൻഡ് സഡൻലി ദേ നോട്ടീസ്ഡ് സംതിങ്. പെട്ടെന്ന് അവരൊരു കാര്യം ശ്രദ്ധിച്ചു. ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. ആ മഷ്റൂം വളർന്നിരിക്കുന്നു. വാട്ട് ഹാപ്പൻസ് ടു മഷ്റൂം ഡ്യൂറിങ് റെയിൻ? എന്താണ് മഷ്റൂമിന് മഴയത്ത് സംഭവിക്കുന്നത്? മഷ്റൂം വിൽ ഗ്രോ ബിഗ് ആൻഡ് വൈഡ്. മഴക്കാലത്ത് മഷ്റൂം വലുതും അതുപോലെ തന്നെ വിശാലവുമായിട്ട് വളരുന്നു. കണ്ടില്ലേ, ഇതിലെ മഷ്റൂം വളരെ വലുതായിരിക്കുന്നു അല്ലേ? ഇത്രയുമാണ് നമ്മുടെ സ്റ്റോറി. എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ലെറ്റ്സ് സിംഗ്. ബണ്ണീസ് അംബ്രല്ല. ബണ്ണിയുടെ കുട. കണ്ടില്ലേ, ഒരു പാരറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു റാബിറ്റ്, മങ്കി, 3 പേരുമാണ് ഉള്ളത്. പാരറ്റ് മഷ്റൂമിന് മുകളിലും റാബിറ്റും മങ്കിയും താഴെയുമാണ്. Rain drops falling from the sky, a mushroom standing tall and dry. The bunny hops and hides below, safe from rain and wind that blows. ആകാശത്ത് നിന്ന് മഴ പെയ്യുമ്പോൾ മഷ്റൂം എങ്ങനെയായിരുന്നു നിന്നിരുന്നത്? ടോൾ, നീണ്ട്, ഡ്രൈ ആയിട്ട്, ഉണങ്ങിയിട്ടായിരുന്നു അല്ലേ? ദ ബണ്ണി ഹോപ്സ് ആൻഡ് ഹൈഡ്സ് ബിലോ. ബണ്ണി ഹോപ്പിൻ്റെ കീഴിൽ ഒളിച്ചു. സേഫ് ഫ്രം റെയിൻ ആൻഡ് വിൻഡ് ദാറ്റ് ബ്ലോസ്. മഴയിൽ നിന്ന് സേഫായിട്ട് ഇരിക്കാനായിട്ട്. ആരാണ് മഷ്റൂമിനടിയിൽ ഇരിക്കാനായിട്ട് വന്നത്? ബണ്ണി, മുയലാണ് വന്നത്. അതെങ്ങനെ മനസ്സിലായി? ഹോപ്പ് ചെയ്യുന്നത്, ഹോപ്പ്, ചാടി ചാടി വരുന്നത് മുയലാണ് അല്ലേ? താങ്ക് യു മഷ്റൂം ബിഗ് ആൻഡ് വൈഡ്, യു ആർ എ പെർഫെക്റ്റ് സ്പോട്ട് ടു ഹൈഡ്. പിന്നെ മഷ്റൂമിനോട് നന്ദി പറയുകയാണ്. ബിഗ് ആൻഡ് വൈഡ്, വലുതായി വികസിച്ചതിന്. യു ആർ എ പെർഫെക്റ്റ് സ്പോട്ട് ടു ഹൈഡ്, നിങ്ങളൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒളിച്ചിരിക്കാൻ. വിത്ത് എ ഹോപ്പ് ദ ബണ്ണി ഹാസ് ഗോൺ. അങ്ങനെ ഒരു ചാട്ടത്തോടുകൂടി ബണ്ണി പോയി. ഡ്രൈ ആൻഡ് ഹാപ്പി മൂവിങ് ഓൺ. അങ്ങനെ സന്തോഷത്തോടെ പോയി. സെലക്ട് ദ സ്യൂട്ടബിൾ സെൻറ്റൻസ് ആൻഡ് റൈറ്റ് ഇറ്റ് ബിലോ ദ പിക്ചർ. ആദ്യത്തെ പിക്ചർ എന്താണ്? ഒരു ആൻറ്റ് വന്ന് മഷ്റൂമിനോട് ചോദിക്കുന്നതാണ്. അപ്പോൾ എന്തായിരിക്കും? ദ ആൻറ്റ് മെയ്ഡ് ദ മഷ്റൂം ആൻഡ് അംബ്രല്ല. ആൻറ്റ് മഷ്റൂമിനെ ഒരു അംബ്രല്ലയാക്കി. രണ്ടാമത്തെ പിക്ചർ എന്താണ്? ബട്ടർഫ്ലൈ വന്ന് ആൻറ്റിനോട് ചോദിക്കുന്നതാണ് അല്ലേ? ദ ബട്ടർഫ്ലൈ വാസ് വെറ്റ്, ഷീ കുഡ് നോട്ട് ഫ്ലൈ. ബട്ടർഫ്ലൈ നനഞ്ഞിരുന്നു, അതിന് പറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത്തേത് ആ സെൻറ്റൻസ് ആണ് എഴുതേണ്ടത്. മൂന്നാമത്തേത് മൗസ് ചോദിക്കുന്നതാണ്. അപ്പോൾ ഏത് സെൻറ്റൻസ് ആയിരിക്കും? ദ മൗസ് വാണ്ടഡ് ടു ഗെറ്റ് അണ്ടർ ദ മഷ്റൂം. മഷ്റൂമിന് താഴെ സ്ഥലം വേണമെന്ന് മൗസ് ആവശ്യപ്പെട്ടു. അടുത്തത് സ്പാരോ ആണ് അല്ലേ? ദ സ്പാരോ പ്ലീഡഡ് ടു ലെറ്റ് ഹെർ അണ്ടർ ദ മഷ്റൂം. സ്പാരോ മഷ്റൂമിൻ്റെ താഴെ സ്ഥലം വേണമെന്ന് അപേക്ഷിച്ചു. അടുത്തത് റാബിറ്റാണ് അല്ലേ? ഏതായിരിക്കും? എ റാബിറ്റ് റാൻ ടുവേർഡ്സ് ദ മഷ്റൂം. റാബിറ്റ് മഷ്റൂമിന് നേരെ ഓടി. ലാസ്റ്റ് എന്താണ്? എല്ലാവരും ആ മഷ്റൂമിനെ നോക്കുന്നതാണ് അല്ലേ? ലുക്ക് ദ മഷ്റൂം ഹാസ് ഗ്രോൺ അപ്പ്. നോക്കൂ, ആ മഷ്റൂം വലുതായി. ഇതൊക്കെയാണ് ഓരോ പിക്ചറിനും പറ്റിയ സെൻറ്റൻസ്. Okay dears, thank you. See you in next class.